കൺസിസ്റ്റൻസിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതില്ലാതെ പോയത് കൊണ്ട് എത്ര പേർക്കാണ് ലക്ഷ്യത്തിലേക്ക് എത്താതെ പോയിട്ടുള്ളത്? തുടർച്ച ഏതൊരു വിഷയത്തിനും നിർബന്ധമാണ്. നമുക്ക് ഒരുപാട് സ്വപ്നം കാണാറുണ്ട്. ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളല്ല, മറിച്ച് ഉറങ്ങാൻ സമ്മതിക്കാത്ത രൂപത്തിലുള്ള ചിന്തകളെയാണ് സ്വപ്നം എന്ന് APJ അബ്ദുൽ കലാം ഒരിക്കൽ പറയുകയുണ്ടായി. അതായത് നമ്മളൊക്കെ സ്വപ്നം കാണുമ്പോൾ തന്നെ അതിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് നാം അടുക്കണമെങ്കിൽ, യാഥാർത്ഥ്യമാവണമെങ്കിൽ തീർച്ചയായും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണാൻ കഴിവുണ്ട് എങ്കിൽ അത് തീർച്ചയായും അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവും അവനിലുണ്ട് എന്നുള്ളതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നാം ഒരു ദിവസം അത് ചെയ്തു, രണ്ടാമത്തെ ദിവസം ചെയ്തു, മൂന്നാമത്തെ ദിവസം എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന ഒരവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എൻ്റെ ഒരു അനുഭവം തന്നെ, നമ്മുടെ വ്യായാമം 1-2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇനി ഇത് നടക്കില്ല, അല്ലെങ്കിൽ ഇന്ന് മടിയാണ്, ആ രൂപത്തിൽ നമ്മളെ കൈകാര്യം ചെയ്യുന്ന മടി എന്നുള്ളത് ആ ഒരു കൺസിസ്റ്റൻസിയെ ബാധിക്കുന്നുണ്ട്, തുടർച്ചയെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡയറ്റ്, ഒരു ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള ഏതൊരു വിഷയമാകട്ടെ, നമ്മളെ സ്വപ്നം കാണുന്ന ഏതൊരു ചിന്തകളാവട്ടെ, അതിനെല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആവശ്യമാണ്. തീർച്ചയായും നമുക്ക് ഏതൊരു വിഷയമാണെങ്കിലും കൺസിസ്റ്റൻസി ഉണ്ടാകുന്ന രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതിനുള്ള മോട്ടിവേഷൻ നമുക്ക് തന്നെ ഉണ്ടാവേണ്ടതുണ്ട്.